മക്കളെ പരിചരിക്കുന്ന കാര്യത്തിൽ അച്ഛനും അമ്മയും പലപ്പോഴും മത്സരത്തിലായിരിക്കും. എന്നാൽ ആ മത്സരത്തിൽ പലപ്പോഴും വിജയികളാവുന്നത് അമ്മയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അത്? അതിന്റെ പിന്നിലെ ബയോളജി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 9 മാസം കുട്ടിയെ കയറി ചെയ്യുമ്പോൾ തന്നെ ഒരു ഫിസിയോളജിക്കൽ റിലേഷൻ ഉണ്ടാകുന്നു. ഈ ഒരു ഫിസിക്കൽ കണക്ഷൻ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ട്രോങ് ബോണ്ടായിട്ട് രൂപപ്പെടുന്നു. പ്രഗ്നൻസിയിലും ലേബറിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം അധികമായി കാണപ്പെടുന്നു. ഓക്സിറ്റോസിൻ എന്നത് ലവ് ഹോർമോൺ ആണ്. ഈ ഒരു ഹോർമോൺ കുട്ടിയുമായി ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാനും അതേപോലെ ട്രസ്റ്റ് ഉണ്ടാക്കാനും സഹായിക്കുന്നു. ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് അമ്മമാരിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇത് മിൽക്കിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കുട്ടികളെ നന്നായിട്ട് പരിചരിക്കാനും കെയറിങ്ങിനും വേണ്ടി സഹായിക്കുന്നു. ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ അമ്മയും കുട്ടിയുമായി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരികയും ഇത് കൂടുതൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് കുട്ടിയുമായിട്ടുള്ള ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം നേരെ തിരിച്ച് സംഭവിക്കും. കുട്ടിയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് ഉത്പാദിക്കപ്പെടുകയും ഇത് അമ്മയുമായിട്ടുള്ള ഒരു ബോണ്ട് ശക്തിപ്പെടാനും ഹെൽപ്പ് ചെയ്യുന്നു. ചെറിയ കുട്ടികളിലെ ചിരി, കരച്ചിൽ, അവരുടെ നോട്ടമൊക്കെ ഏതൊരു റൂഡായിട്ടുള്ള വ്യക്തികളിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമല്ലോ. അതുപോലെ തന്നെ അമ്മയിലും കുട്ടികളെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അമ്മമാരിലെ ബ്രെയിനിന്റെ വയറിങ്ങിൽ വരെ സ്ട്രക്ചറിലും ഫങ്ഷനായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുന്നു. ബ്രെയിനിലെ അമിഗ്ഡാല, പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഇതൊരു ബ്രെയിനിന്റെ ഏരിയ ആണ്. ഇത് ഇമോഷണലിന്റെയും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും ജാഗ്രതയൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ശക്തമായ ബോണ്ടിങ്ങും ഓക്സിറ്റോസിനും ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങളൊന്നും പെട്ടെന്ന് വാനിഷായി പോവില്ല. കുട്ടി വളർന്ന് വലുതായാലും അവരുടെ ശരീരത്തിൽ അത് അങ്ങനെ തന്നെ കാണപ്പെടുന്നു. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കില്ലേ, അപ്പോൾ അച്ഛന്മാർ മക്കളെ സ്നേഹിക്കാറില്ലേ, അവർ കെയറിങ് കൊടുക്കാറില്ല എന്നൊക്കെ. എന്നാൽ അച്ഛന്മാരുടെ ശരീരത്തിലും അതേപോലെ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളായിട്ട് കളിക്കുമ്പോഴും എടുത്തു കിടക്കുമ്പോഴും അതേപോലെ അവർ ആലിംഗനം ചെയ്യുമ്പോഴൊക്കെ പുരുഷന്മാരുടെ ശരീരത്തിൽ ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നുണ്ട്. ഇതൊരു സ്ട്രോങ് ബോണ്ട് രൂപപ്പെടാൻ കാരണമാകുന്നു. ഒരു വ്യക്തി അച്ഛനാകുമ്പോൾ അവരുടെ ശരീരത്തിനും പ്രൊലാക്റ്റിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇത് കുട്ടിയെ കെയർ ചെയ്യാനും പരിചരിക്കാനുള്ള ഒരു സ്വഭാവം അവരിൽ രൂപപ്പെടുന്നു. അതുപോലെ ഈ ഒരു ടൈമിൽ ടെസ്റ്റോസ്റ്ററിന്റെ അളവും ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇതും കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരു പിതാവ് കുട്ടിയെ ആക്റ്റീവായിട്ട് കെയർ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഒരു സഹാനുഭൂതിയോ ഒരു റിവാർഡോ ഒരു മോട്ടിവേഷനോ കിട്ടിയ ഒരു ഫീൽ ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ ചെറിയ റിസ്ക് ആയിട്ടുള്ള പ്ലേകളൊക്കെ ചെയ്യുമ്പോൾ അച്ഛന്മാരാണ് ചൂസ് ചെയ്യുക. ഇത് അവരുടെ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യാനും കുട്ടികളുമായിട്ടുള്ള ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആകാനും കാരണമാകുന്നു. പലപ്പോഴും അമ്മമാർ മക്കളെ ഓവർ കെയർ ചെയ്യാറുള്ളപ്പോൾ ഫാദർ വഴക്കിടാറോ ദേഷ്യപ്പെടാറോ ഒക്കെ ചെയ്യാറില്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ടൈമിൽ അമ്മമാരിൽ വരുന്നൊരു മാറ്റമാണ് ഇതിനൊക്കെ കാരണം എന്ന് കരുതി ഒരു തെറ്റിലേക്ക് പോയാൽ വഴക്ക് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരുടെ ലൈഫിലും ഈ ഒരു ബോണ്ട് നല്ല സ്ട്രോങ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.